തിരഞ്ഞെടുപ്പ് തിരിച്ചടി വിലയിരുത്താൻ CPM ഇന്ന് നേതൃയോഗങ്ങൾ തുടങ്ങും. രാവിലെ 10-ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവുമാണ് ചേരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകളുടെ ഏകീകരണവും LDFന് തിരിച്ചടിയായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. AK സ്റ്റെഫിനുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സ്റ്റെഫൻ, ഗുഡ് മോർണിംഗ്. വിലയിരുത്തലുകൾ ആരംഭിക്കുകയാണ്. പ്രാഥമികമായ വിലയിരുത്തൽ നടന്നു, പലതും വിലയിരുത്തി മനസ്സിലാക്കി. ഇനി വളരെ വിശദമായ പഠനത്തിലേക്കാണ്. ഇതിനൊക്കെ ഇനി സമയമുണ്ടോ? പഠനം നടത്തി അങ്ങനെ ആ തരത്തിലൊരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് പടിവാതിൽക്കൽ നിൽക്കുന്നു. ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ സമയം കുറവാണ്. കാരണം ഒരു 2 മാസത്തിനകം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞ് വളരെ കുറവ് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ CPMന് എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യത്തിലെല്ലാം വേഗത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. അതിനെല്ലാം വേണ്ടിയാണ് ഇങ്ങനെ തിടുക്കത്തിൽ നേതൃയോഗങ്ങൾ വിളിച്ച് ജില്ലാ കമ്മിറ്റികളുടെ എല്ലാ നേതൃയോഗങ്ങൾ വിളിച്ച് എല്ലാ തരത്തിലുള്ള ചർച്ചയും പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ ഒരു പ്രാഥമികമായ ചർച്ച സംസ്ഥാന കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഓരോ ജില്ലാ കമ്മിറ്റികളും ഈ വിഷയം ചർച്ച ചെയ്തത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ പോലും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. തിരുവനന്തപുരത്തെ ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി V ശിവൻകുട്ടി, ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ്. പ്രതിപക്ഷത്ത് നിന്ന് എങ്ങനെയാണോ വിമർശനങ്ങൾ വരുന്നത് അതുപോലെയാണ് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും എല്ലാം വിമർശനങ്ങൾ വന്നത്. അത് പല ജില്ലകളിലും ആവർത്തിച്ചു. പ്രാദേശിക വിഷയങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി CPMനെയും LDFനെയും പ്രതിരോധത്തിലാക്കിയ മറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളും വിമർശനത്തിന് ഇടയാക്കി. അതെല്ലാമാണ് ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു വന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ വന്നത്. അതെല്ലാം തന്നെ റിപ്പോർട്ട് ആക്കി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ആ റിപ്പോർട്ടിന്മേലായിരിക്കും ഇന്നൊരു ചർച്ച ഉണ്ടാവുക. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ശേഷം ഇനി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് CPM തീരുമാനിക്കും. അതിനുശേഷം നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇന്ന് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ റിപ്പോർട്ട് അവതരിപ്പിച്ച് പാസ്സാക്കും.